എല്ലാ കൂട്ടുകാർക്കും ഇസ ഇവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിയാണിത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടു നോക്കിയാലോ? ഞാൻ പുറത്തുനിന്ന് അച്ചാറൊന്നും മേടിക്കാറില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാറാണ് പതിവ്. പക്ഷെ അപാര ടേസ്റ്റ് ആണ്. ഒരു തവണ ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് അച്ചാർ മേടിക്കില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ചാറിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ്. ആവിയിൽ വേവിച്ചതൊന്നുമല്ല, ഉപ്പിലിട്ട് വെച്ചതാണ് ഞാൻ. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ പച്ച നാരങ്ങ ഇട്ട് വെക്കില്ല നമ്മള്, അങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് 2 നാരങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അച്ചാറിട്ട് കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ ഒരാളുള്ളെങ്കിൽ ഒരു നാരങ്ങ എടുത്തിട്ട് ചുമ്മാ അച്ചാറുണ്ടാക്കിയാൽ മതി പെട്ടെന്ന്. അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇതിപ്പോ അങ്ങനെ ഞാൻ ഉപ്പിലിട്ട് വെച്ച് 2 അടുപ്പിന്റെ ആവശ്യത്തിന് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അച്ചാറുണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ കുനുകുനാന്ന് അരിയ. നാരങ്ങ അരിയുമ്പോൾ കുരു കൈയോടെ എടുത്ത് കളയണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ട എങ്കിൽ അത്രയും കുറച്ചിട്ടാൽ മതി. ഇപ്പൊ ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഇടുന്നത്. എരിവ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടും ടേസ്റ്റ് കുറയാനൊന്നും പോണില്ല. ഇതാ ഇപ്പൊ മുളക് പൊടി ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇതേ പാകത്തിന് ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പിലിട്ടപ്പോൾ അത്ര ഉപ്പ് കൂടുതലൊന്നും ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ അച്ചാറിടുമ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കഴിക്കാനാണെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ വേറെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് വേണമെങ്കിൽ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സവാളയുടെ ഒക്കെ ആ കറുമുറ ഒക്കെ കിട്ടും. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അച്ചാർ റെഡിയായി. നമുക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി അച്ചാറാണ്, നല്ല ടേസ്റ്റ് ആണ്. ആ ഉപ്പിലിട്ട ടേസ്റ്റ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ, സാധാ അച്ചാർ കഴിക്കണ പോലെ അല്ല, ആ ഉപ്പിലിട്ട ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനിങ്ങനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയൊക്കെ എടുക്കാറ്. നാരങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കണം. അപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്ന് അച്ചാറൊക്കെ തിന്നാൻ തോന്നിയാല് നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കാലോ. അപ്പോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അച്ചാറിനേക്കാളൊക്കെ എന്തുകൊണ്ടും ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയണം. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.